ഹായ് സുന്ദരീസ്, എൻ്റെ പേര് അശ്വതി. എല്ലാവർക്കും അസ്മി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ് ചെയ്യാൻ പോണത്. വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട് ഡെക്കറേറ്റ് ചെയ്യാവുന്ന ക്രാഫ്റ്റാണ് ചെയ്യാൻ പോണത്. ഈ ക്രാഫ്റ്റ് നമുക്ക് ദീപാവലി സമയത്താണ് കൂടുതൽ സൂട്ടബിൾ. ഈവൻ ദോ നമ്മൾ ദീപാവലി അങ്ങനെ കാര്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്യില്ലെങ്കിൽ പോലും നമുക്ക് ഇത് നമ്മുടെ വീട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള, വളരെ ചിലവ് ചുരുങ്ങിയിട്ടുള്ള നല്ല രസമായിട്ടുള്ള ക്രാഫ്റ്റാണ്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമുക്ക് ഈ ചിരാതില്ലേ, ഈ ദിയാസ്, അത് നമുക്ക് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ഈ കാർത്തിക സമയത്തൊക്കെ കത്തിക്കണതാണല്ലോ. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഈ മൺചിരാത് മേടിച്ചിട്ട് അത് വെള്ളത്തിൽ മുക്കി വെക്കുകയാണ്. മുക്കി വെച്ചിട്ട് ഒരു ഫുൾ ഡേ അങ്ങനെ തന്നെ അങ്ങനെ വെള്ളത്തിലിരുന്നോട്ടെ. അതിന് ശേഷം ഞാൻ അതെടുത്തിട്ട് ഉണങ്ങിയതിന് ശേഷം അത് പെയിൻറ്റ് ചെയ്യാണ്. എന്തിനാണ് വെള്ളത്തിൽ മുക്കി ഇടണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെയിൻറ്റ് കുറച്ചുകൂടി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഞാൻ ആക്രിലിക് പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് ഇഷ്ടമുള്ള കളർ ഉപയോഗിക്കാം. പെയിൻറ്റ് ചെയ്തിട്ട് ഈ പെയിൻറ്റ് ഉണങ്ങുന്നതിനേക്കാളും മുമ്പ് തന്നെ കുറച്ച് ഗ്ലിറ്റേഴ്സ് അതിൻ്റെ മീതെ വിതറാണ്. ഈ ഗ്ലിറ്റേഴ്സ് നമുക്ക് എഗെയിൻ 10 രൂപയ്ക്ക് ഇഷ്ടം പോലെ കിട്ടും. അപ്പോൾ നമ്മൾ ഉണങ്ങണേക്കാളും മുമ്പ് തന്നെ നമ്മൾ വിതറി കൊടുക്കണ കാരണം ഇത് ആ പെയിൻറ്റായിട്ട് നന്നായിട്ട് സ്റ്റിക്കായിട്ട് ഇരുന്നോളും. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ സൈഡിൽ കുറച്ച് ഡോട്ടായിട്ട് ഞാൻ ഫെവിക്കോള് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മീതെ ഈ വൈറ്റ് കളറിലെ സ്റ്റോൺ, ഏത് കളറിലെ സ്റ്റോൺ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് റെയിൻ സ്റ്റോൺസ് ആണ് പറയുക. അത് ഇതിൻ്റെ മീതെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. നല്ല രസമാണ് അങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇഷ്ടമുള്ള തരത്തിൽ ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ അത്. ആൻഡ് ദെൻ ഞാൻ പിന്നെ ഉപയോഗിക്കുന്നത് ഈ 3D ഔട്ട്ലൈനർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് 10 രൂപയ്ക്ക് മേടിക്കാൻ കിട്ടും. അത് ചുറ്റും ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. അടുത്തത് എഗെയിൻ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇത്തവണ ഞാൻ ഉപയോഗിക്കുന്ന പേൾ മെറ്റാലിക് ഫിനിഷുള്ള പെയിൻറ്റാണ്. സോ അത് വെച്ചിട്ട് ഞാൻ ഫുള്ള് പെയിൻറ്റ് ചെയ്തതിന് ശേഷം ഗ്ലിറ്റേഴ്സ് വെതറി കൊടുക്കുകയാണ്. അപ്പോൾ ഈ പെയിൻറ്റിൻ്റെ ഒപ്പം അത് ഉണങ്ങിക്കോളും. ആൻഡ് 3D ലൈനർ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ചുറ്റിനും വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് ഉപയോഗിക്കാവുന്ന പെയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത് ആക്രിലിക് പെയിൻറ്റും പിന്നെ ഈ പേൾ മെറ്റാലിക് പെയിൻറ്റ്സും ഒക്കെയാണ്. അത് ഒരെണ്ണത്തിന് 20 രൂപ 30 രൂപയ്ക്കൊക്കെ കിട്ടും. ആൻഡ് ഒരു ബോട്ടിൽ കൊണ്ട് നമുക്കൊരു 10 to 20 ലൈക്ക് ഈ ദിയാസിൻ്റെ സൈസിനനുസരിച്ച് നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് പിങ്ക് കളറിൽ. എന്നിട്ട് ഞാൻ എൻ്റെ സൈഡ്സിൽ ബീഡ്സ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്, വൈറ്റ് കളറിലെ ബീഡ്സ്. എന്നിട്ട് അതിൻ്റെ ഔട്ട്ലൈനായിട്ട് കുറച്ച് പെയിൻറ്റിങ്ങും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ നമ്മുടെ ഇഷ്ടത്തിൻ്റെയും താല്പര്യത്തിനൊക്കെ അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് പെയിൻറ്റ് ചെയ്തൊക്കെ എടുക്കാവുന്നതാണ്. ആൻഡ് വളരെ പ്ലെയിൻ ആയിട്ടുള്ള വെറും ദിയാസൊക്കെ ഇല്ലേ, അതൊക്കെ അതിൻ്റെ ലുക്ക് തന്നെ നന്നായിട്ട് അങ്ങോട്ട് മാറിപ്പോവും. നല്ല രസമുണ്ടാവും കാണാനായിട്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. എനിക്കിത് ഏറ്റവും ഇഷ്ടമുള്ള ക്രാഫ്റ്റാണിത്, ഈ ദിയാസ് പെയിൻറ്റ് ചെയ്യുക എന്നുള്ളത്. നമുക്ക് കാർത്തിക വരുമ്പോൾ ദീപാവലിക്കൊക്കെ അത് നമുക്ക് വീടുകളിൽ കത്തിച്ച് വയ്ക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. അടുത്തത് ഈ ടീ കാൻഡിൽ ഡെക്കറേഷൻ എന്ന് പറയും. അത് ഈ ടീ കാൻഡിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കുഞ്ഞ് ടീ കാൻഡിൽ നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ. അത് അതായത് പല പല മണത്തിൽ വരെ കിട്ടും. അപ്പം സോ ഞാനിത് ആമസോണിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. ഒരു പാക്കറ്റിന് തന്നെ 100 രൂപയൊക്കെ ആയിരുന്നു. ആൻഡ് നമുക്ക് ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സ് നിങ്ങൾ പല കടകളിലും സ്റ്റേഷനറി ഷോപ്പിൽ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനത്തെ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടുള്ള സ്റ്റിക്കേഴ്സ്. അതിൽ തന്നെ ഗം ഉണ്ടാവും. അപ്പോൾ ഞാൻ അത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ അതിന് ചുറ്റും ഈ എന്താണ് ആ സ്റ്റിക്കർ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിരിക്കുകയാണ്. അത് നല്ല രസമായിട്ട് അങ്ങനെ ഒട്ടിയിരുന്നുള്ളൂ കേട്ടോ. സോ ഇങ്ങനത്തെ ഈ സ്റ്റിക്കേഴ്സ് പല തരത്തിൽ വരുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ കാണിച്ചത് നല്ല ഭംഗിയുള്ള കുറേ സ്റ്റോൺസ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ കുട്ടി ഓരോരോ സ്റ്റോൺസ് ആണ്. ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള വലുപ്പത്തിൽ വെട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ. ആൻഡ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിന് ചുറ്റും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അടുത്തത് ഞാൻ ചെയ്യണത് ഈ കളർ ടേപ്പ് എന്ന് പറഞ്ഞിട്ട് മേടിക്കാൻ കിട്ടും. അതും ഒരു 10 രൂപയൊക്കെ ഉള്ളൂ ഒരെണ്ണത്തിന്. ഓൾറെഡി ഗമ്മുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതിന് ചുറ്റും ഇതുപോലെ ഒട്ടിച്ച് വയ്ക്കുകയാണ്. അങ്ങനത്തെ രീതിയിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് വീടിൻ്റെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ടീ കാൻഡിൽസ് ഇങ്ങനെ വെച്ചാൽ നല്ല ഭംഗിയാണ്. അടുത്ത ഞാൻ 3D ഔട്ട്ലൈനർ വെച്ചിട്ട് വെറുതെ ഒന്ന് ഇതിൻ്റെ മീതെ വരച്ചു കൊടുക്കുന്നുണ്ട്. വരച്ചു കൊടുത്തതിന് ശേഷം ഞാൻ കൈ കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ഗ്ലിറ്റർ എഫക്റ്റ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ അടുത്തത് ഞാൻ സാധാരണ നമ്മൾ തുണിയിലൊക്കെ ഒട്ടിക്കുന്ന ലേസ് ഉണ്ടല്ലോ, അത് എടുത്തിട്ട് ഞാൻ ആദ്യം കുറച്ച് ഗം വെച്ചിട്ട് ഒട്ടിച്ചതിന് ശേഷം അത് ഫുള്ള് കവർ ചെയ്തിട്ട് ഞാൻ എഗെയിൻ അത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ പലതരത്തിൽ നമുക്ക് ഈ ടീ കാൻഡിൽ ഹോൾഡർ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ സാധിക്കും. ആൻഡ് അടുത്തത് നമുക്ക് വീടിൻ്റെ കോർണറിലൊക്കെ വെക്കാൻ പാകത്തിനുള്ള ഒരു ഡെക്കറേറ്റീവ് പീസാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ടൊരു ഗ്ലാസ് ബൗള് ഞാൻ 20 രൂപയ്ക്കായിട്ട് ഒരു ലോക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ്. ആൻഡ് ദെൻ പെബിൾസ് എടുക്കുന്നുണ്ട്. ഈ പെബിൾസ് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. 20 രൂപയ്ക്കാണ് ഞാൻ മേടിക്കേണ്ടായത്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ എൻ്റെ മീതെ കുറച്ച് ഗ്ലിറ്റേഴ്സ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ടീ കാൻഡിൽ ഉണ്ടല്ലോ അത് അതിൽ നടുവിൽ വെച്ചിട്ട് കത്തിച്ചു കൊടുക്കുകയാണ്. ആൻഡ് എഗെയിൻ നമ്മുടെ വീടിൻ്റെ കോർണറിലൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. നല്ല മണമുള്ള ടീ കാൻഡിലാണെങ്കിൽ നല്ല
വീട്ടിൽ നല്ല സ്മെല്ലും ഉണ്ടാവും. അടുത്തത് പോം വെച്ചിട്ടുള്ള ഒരു പൂക്കളാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഇത് ഒരു മാരിഗോൾഡ് തീം പോലെയാണ് ഞാൻ യെല്ലോ കളറിലുള്ള ഇതെടുത്തത്, മന്ദാരത്തിൻ്റെ കളർ വരാൻ വേണ്ടിയിട്ട്. സോ പോം എങ്ങനെ ഉണ്ടാക്കേണ്ടത് ഞാൻ ഓൾറെഡി കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടി കാണിക്കാം. ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് ഞാൻ ഇതിന് ചുറ്റും കുറേ തവണ, ഒരു 100-200 തവണയൊക്കെ ശരിക്കും ചുറ്റിക്കഴിഞ്ഞാൽ നല്ല വലിയ പോം കിട്ടും. ഇതിപ്പോൾ ഞാനൊരു ഏകദേശം ഒരു 80 തവണ ചുറ്റിയിട്ടുണ്ട്. അങ്ങനെ ചുറ്റിയിട്ട് അതിൽ നിന്ന് വലിച്ചെടുത്തതിന് ശേഷം നടുവിലായിട്ട് ഒരു കഷ്ണം വൂളൻ നൂല് ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. ഇത് വൂളൻ നൂലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു റോളിന് ഒരു 10 രൂപയ്ക്ക് ഉണ്ടാവുള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് നല്ല അസലായിട്ടുള്ള പോം ഉണ്ടാക്കാൻ പറ്റും. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ നടുവ് കൂടെ ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പോം എങ്ങനെ ഉണ്ടാക്കണം, അത് വെച്ചിട്ടൊരു ഡെക്കറേറ്റീവ് പീസ് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. ഞാൻ ആ ഐ ബട്ടൺ, ഇപ്പോൾ വരുന്ന ഒരു ഐ ബട്ടൺ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ലൊരു ക്രാഫ്റ്റാണത്. അപ്പോൾ അതും കണ്ടു നോക്കൂ കേട്ടോ. എന്നിട്ട് ഞാൻ സൈഡ്സ് കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഇതേപോലെ പിടിച്ചിട്ട് സൈഡ്സിലുള്ള എക്സ്ട്രാ നൂലൊക്കെ വെട്ടി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കൊരു രസമായിട്ടുള്ള ഒരു പൂ പോലെ തോന്നിക്കും. അങ്ങനെ നമുക്ക് നല്ല വട്ടം വേണമെങ്കിൽ കൂടുതൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ അപ്പോൾ നമ്മുടെ പോം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും അടിയിൽ വരുന്ന സ്ട്രിങ് ഉണ്ടല്ലോ, അത് കട്ട് ചെയ്ത് കളയരുത് കേട്ടോ. ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ സ്ക്യൂവർ എന്ന് പറയും ഇതിന്. ശരിക്കും ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ അതിൻ്റെ നടുവിൽ ഗ്ലൂ ഗൺ കൊണ്ട് കുറച്ച് പശ വെച്ചതിന് ശേഷം അതിൻ്റെ ത്രെഡ് അതിനെ ചുറ്റിയിട്ട് ഇതേപോലെ ഒട്ടിച്ച് വെക്കുകയാണ്. ഈ സ്ക്യൂവർ ശരിക്കും ഈ ഫുഡിൻ്റെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് സ്ക്യൂവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണും. അല്ലെങ്കിൽ നമ്മുടെ ഇർക്കിലി എടുത്താലും മതി കേട്ടോ, ഒരു വ്യത്യാസമില്ല. ഇർക്കിലി എടുത്താൽ തന്നെ മതി. ആൻഡ് ദെൻ അതിന് ചുറ്റും ഈ ഗ്രീൻ കളറിലെ ടേപ്പ് നമുക്ക് മേടിക്കാൻ കിട്ടും. ഗ്രീൻ ടേപ്പ് എന്ന് പറഞ്ഞാൽ മതി, നമ്മൾ ഈ പൂക്കളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കണമെന്നാണ്. ആൻഡ് ഇതിന് ചുറ്റും ഓൾറെഡി പശയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിന് ചുറ്റും ഇങ്ങനെ ചുറ്റിച്ച് വെക്കുകയാണ്. ഇതേപോലെ തന്നെ ഞാൻ ബാക്കിയുള്ള ഇതും ചെയ്യാണ്. അപ്പോൾ നമുക്കിതൊരു ഫ്ലവർ വേസാണ്. ആൻഡ് ഇതൊക്കെ ദീപാവലി ആവണമെന്നൊന്നും ഇല്ലല്ലോ, അതൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. നമ്മുടെ വീട് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. ആൻഡ് ദെൻ ഇതേപോലെ എത്ര പൂക്കൾ ഉണ്ടാക്കാൻ പറ്റണോ അത്രയും നമുക്ക് ഉണ്ടാക്കാം. ആൻഡ് പല ഷേപ്പിലും ഉണ്ടാക്കാം. എന്നിട്ട് ഞാൻ പഴയ ഒരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ട് അതിനുള്ളിൽ ഈ ഫെയറി ടെയിൽ ലൈറ്റ്സ് ഉണ്ടല്ലോ, ഫെയറി ലൈറ്റ്സ് എന്ന് പറയും, ഫെയറി ടെയിൽ അല്ല കേട്ടോ, സോറി. അതിട്ടിട്ട് കത്തിച്ചിട്ട് ഞാൻ ഇത് ഫ്ലവേഴ്സ് പോലെ ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ കുത്തി വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് കോർണറിലൊക്കെ വയ്ക്കാൻ നല്ലതാണ്. ഇനി ഞാനൊരു ജസ്റ്റ് ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അതിനായിട്ട് അതായത് ഈ ഐസ്ക്രീം സ്റ്റിക്കില്ലേ, അത് ഞാൻ ഈ കാണുന്ന പോലെ ഒട്ടിച്ച് വെക്കുകയാണ്. 4 എണ്ണമായിട്ട് ഇതേപോലെ ഒട്ടിച്ച് വെക്കുകയാണ്. കണ്ടില്ലേ, ഇതേപോലെ 2 എണ്ണം സൈഡിൽ വെച്ചു, 2 എണ്ണം മീതെ വെച്ചു. ആൻഡ് അങ്ങനെ വെച്ചിരിക്കുകയാണ്. ആൻഡ് അതിനുശേഷം ഈ സ്ക്യൂവർ എന്ന് പറഞ്ഞ സാധനം അത് ഞാൻ ഇതിൻ്റെ സൈസിൽ വെട്ടിയെടുത്തിട്ടുണ്ട്. വെട്ടിയെടുത്തതിന് ശേഷം ഇതിങ്ങനെ അതിൻ്റെ മീതെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. കുറച്ച് മാത്രം ഗ്യാപ്പിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ എന്തിനാണ് ഉണ്ടാക്കണമെന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഒരു ഡെക്കറേറ്റീവ് പീസ് എന്നുള്ള രീതിയിലാണ്, പ്രത്യേകിച്ച് വലിയ ഉപകാരം എന്നുള്ള രീതിയിലൊന്നല്ല. ജസ്റ്റ് ഒരു ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം വെച്ചിട്ട് ചെയ്തതാണ്. ഇപ്പോഴും എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ. അത് ഞാൻ ഒരുപാട് നാൾ മുമ്പ് ഷൂട്ട് ചെയ്തതാണ്, ഒരു കുറേ നാൾ മുമ്പ്. ആൻഡ് ഇപ്പോഴും എൻ്റെ വീട്ടിലുണ്ട്, പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല. ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ കിളിയൊക്കെ വന്ന് കൂട് കൂട്ടാറുണ്ട്. ആൻഡ് എനിക്കത് ഇഷ്ടമാണ് കാണാനായിട്ട്. അത് ഞാൻ തൂക്കിയിട്ടിരിക്കുക, കിളി വന്ന് മുട്ടയിട്ടിട്ടൊക്കെ ഉണ്ട് ഒരു തവണ ഇതിൽ. അങ്ങനെ അപ്പോൾ ഇതേപോലെ ഞാൻ എല്ലാം ഉണ്ടാക്കിയിട്ട് ഞാൻ എന്താ ചെയ്തിരിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ്സിൽ എഗെയിൻ ഐസ്ക്രീം സ്റ്റിക്കില്ലേ, അതെടുത്തിട്ട് അത് ഞാൻ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. കണ്ടോ, ഈ ഇതായിട്ട്. ആൻഡ് ദെൻ ഞാൻ ഈ 4 എണ്ണവും കൂടി ഇനി യോജിപ്പിക്കാൻ പോവാണ്. അതായത് എന്താ പറയുക, ഇപ്പോൾ കാണുന്നില്ലേ, അതേപോലെ യോജിപ്പിച്ച് വെക്കുകയാണ്. സോ ബേസിക്കലി നമുക്കൊരു കണ്ടെയ്നർ പോലെ, അതായത് 4 സൈഡ്സ് മൂടിയിട്ടുള്ള ഒരു സംഗതിയില്ലേ, അതുപോലെയാണ് കിട്ടേണ്ടത്. അപ്പോൾ കുറച്ച് സമയം എടുക്കും. ആൻഡ് ഇത് ഭയങ്കര ഗംഭീരമാണ്, ബാക്കി ഞാൻ പറയണില്ല. കാണാനായിട്ട് എനിക്ക് കുറച്ചൊരു പെർഫെക്ഷൻ കുറവ് വളരെയധികം തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി സമയത്ത് ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പെർഫെക്ഷനിൽ കിട്ടും കേട്ടോ അത്. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ആൻഡ് ദെൻ 4 ഭാഗവും ഞാൻ ഇതുപോലെ വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഗ്ലൂ ഗൺ തന്നെ വേണം കേട്ടോ ഇതിന് വേണ്ടിയിട്ട്. നമുക്ക് സാധാരണ പശ വെച്ചിട്ട് ഇത് ഒട്ടില്ല. 4 സൈഡിലും നല്ല ഒരു തിക്കായിട്ടുള്ള ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇതാക്കുക. എന്നിട്ട് ഈ ഐസ്ക്രീം സ്റ്റിക്ക് ഇതേപോലെ വെച്ച് ഒട്ടിക്കുക. അതിനുശേഷം ഈ 4 എണ്ണം യോജിപ്പിക്കുമ്പോൾ എന്താ വെച്ചാൽ ഈ ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ ഒരു ബേസ് ഉണ്ടല്ലോ, അതിൽ വെച്ചിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് ഒട്ടിയിരിക്കും. ആൻഡ് ഈ ഒട്ടിച്ചിരിക്കുന്നത് എന്തായാലും പറഞ്ഞു പോരില്ല കേട്ടോ, ഇത് കുറേ കാലം നിൽക്കും. സോ ഞാൻ പശ വെച്ചിട്ട് ഈ 4 ഭാഗവും ഒട്ടിച്ചിട്ടുണ്ട്.
ആൻഡ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ അടിഭാഗം ഉണ്ടല്ലോ, അടിഭാഗവും കൂടി ഇതേപോലെ ഒട്ടിക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു കംപ്ലീറ്റ്നെസ് ഉണ്ടാവുക. ഇതിപ്പോൾ ഞാൻ ഫെവിക്കോൾ വെച്ചിട്ടാണ് കാണിച്ചത്. ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഫെവിക്കോൾ വെച്ചിട്ടാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും ഒട്ടാനായിട്ട്. അതിനുശേഷം ഞാനിത് ഗോൾഡൻ കളർ ഉള്ളൊരു സ്പ്രേ പെയിൻറ്റ് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഒരു ഭാഗം കുറച്ച് ചെരിഞ്ഞ് പോയിട്ടുണ്ട്. ആൻഡ് അതാണ് ഞാൻ പറഞ്ഞ പെർഫെക്ഷന് കുറച്ച് കുറവുണ്ടായിരുന്നു എന്നുള്ളത്. ആൻഡ് ദെൻ ഇനി ഞാൻ ഒന്നില്ലെങ്കിൽ നമുക്ക് വെറുതെ ടേബിളിൽ ഒരു ഇങ്ങനത്തെ ഒരു ക്യാൻഡിൽ വെച്ചിട്ട് അതിങ്ങനെ മൂടി വെക്കാം, അപ്പോഴും ഭംഗിയാണ്. അല്ലാച്ചാൽ നമുക്ക് ഇതേപോലെ ഒരെണ്ണം കൂടി ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയില്ലേ ഐസ്ക്രീം സ്റ്റിക്കും സ്ക്യൂവറും വെച്ചിട്ട് ഉണ്ടാക്കിയില്ലേ, പക്ഷേ ഇവിടെ സ്ക്യൂവറിന് പകരം ഐസ്ക്രീം സ്റ്റിക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബേസിന് കുറച്ചും കൂടി ഒരു ഹോൾഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇതിനകത്ത് എന്തെങ്കിലും വെക്കുമ്പോൾ ഈ സ്ക്യൂവറാണ് വെക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിങ്ങനെ ശരിക്കും ഇരുന്നൊന്നും വരില്ല. അപ്പോൾ നല്ലൊരു ബേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഐസ്ക്രീം സ്റ്റിക്ക് ഒന്നിന് ശേഷം ഒന്ന് ഒട്ടും ഗ്യാപ്പില്ലാണ്ട് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മീതെ ഇത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഈ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയിരിക്കുന്ന ഈ കൂട് പോലത്തെ സാധനം ഇതുപോലെ ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് സൈഡിൽ. അത് കുറച്ച് കോണ് പോലെ ആയി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണത്തിന് മാത്രം സൈസ് കൂടിപ്പോയി. അതുകൊണ്ടാണ് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ടാവും കാണാനായിട്ട്. ആൻഡ് ദെൻ ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ത്രെഡ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് എന്താ പറയുക, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ത്രെഡാണിത്. ആൻഡ് 4 സൈഡിലും ഇതേപോലെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് തൂക്കിയിടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. തൂക്കിയിടാൻ ഇഷ്ടമില്ല, ഏതെങ്കിലും ഒരു കോർണറിൽ വെക്കാനാണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഈ ത്രെഡ് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇൻ കേസ് തൂക്കിയിടണമെന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചരട് പോലെ എടുത്താൽ മതി, നല്ല ഭംഗിയുള്ള ചരട് എടുത്താൽ മതി. അതല്ലെങ്കിൽ ഇങ്ങനത്തെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് നൂല് നമുക്ക് മേടിക്കാൻ കിട്ടും. എഗെയിൻ ഇതൊക്കെ ക്രാഫ്റ്റ് സ്റ്റോറുകളിൽ മേടിക്കാൻ കിട്ടും. നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് അടുത്തെന്ന് പറയുമ്പോൾ ടൗണിൽ അന്വേഷിച്ചാൽ മതി ഇങ്ങനത്തെ ക്രാഫ്റ്റ് സ്റ്റോർ ഏതാണെന്നുള്ളത്. അവിടെ നിന്ന് മേടിക്കുക. എന്നിട്ട് ഞാനിതൊരു എല്ലാം കൂടി കൂട്ടി പിടിച്ചിട്ട് ഒരു കെട്ടിടുകയാണ് തൂക്കിയിടാൻ വേണ്ടിയിട്ടുള്ള പാകത്തിന്. കെട്ടിട്ടിട്ട് ആ കെട്ടൊന്നും കൂടി സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് അതൊന്ന് ഒട്ടിച്ച് വെക്കുന്നതും കൂടി ഉണ്ട്. ഓക്കെ, ഇനി ഇത് എന്തിനാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ക്യാൻഡിൽ ഇടാം. ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, ക്യാൻഡിൽ വെച്ചിട്ട് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അല്ല വെറുതെ പുറത്ത് കൊണ്ട് തൂക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കിളികൾ വരുന്നിരിക്കുന്നൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ വെറുതെ പുറത്ത് കൊണ്ട് തൂക്കിയിട്ടു. കുറച്ച് നാൾ ക്യാൻഡിൽ വെച്ചതിന് ശേഷം അതിനുശേഷം ക്യാൻഡിലൊന്നും വെച്ചില്ല. പുറത്ത് കൊണ്ട് തൂക്കിയിട്ട് പിന്നെ കിളി വന്ന് താമസിക്കാൻ തുടങ്ങി. അതും നല്ല രസമാണ്. കിളി വരുമോ വരില്ല എന്നൊന്നും എനിക്ക് ഉറപ്പില്ല, പക്ഷെ ഇങ്ങനെ ഉണ്ടായി എന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ അവസാനം എല്ലാം കൂടെ ഞാനൊരു കളർ ടേപ്പ് വെച്ചിട്ടൊന്ന് ഇതാക്കി വെച്ചിട്ടുണ്ട്, കൂട്ടി കെട്ടി വെച്ചിട്ടുണ്ട്. അല്ല നമുക്കൊരു കുളത്തുണ്ടെങ്കിൽ കുളത്ത് ഇടുകയും ചെയ്യാം. കണ്ടോ, ഇപ്പോൾ ഞാൻ പുറത്തുനിന്ന് മേടിച്ചിട്ടൊരു ഇലക്ട്രിക് ക്യാൻഡിൽ പോലൊരു സംഗതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു ക്രാഫ്റ്റ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കിയിട്ട് പ്ലീസ് എനിക്ക് പിക്ചർ അയച്ചു തരാം. ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഷെയർ ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഇനി കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.